അത് ഇന്ന് PSC പഠിക്കാൻ പോകുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. ഇപ്പോൾ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി PSC പഠിച്ചാലോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന കുറേയധികം കൂട്ടുകാരുണ്ടാവും. ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ PG കഴിഞ്ഞു, അല്ലെങ്കിൽ +2 കഴിഞ്ഞു, വേറെ ഏത് കോഴ്സ് ആയിക്കോട്ടെ. ഇനി PSC പഠിച്ചാലോ, എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, ഒന്നും അറിയാതെ നിൽക്കുന്ന കുറേ ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൈൻഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ PSCയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരുപാട് ചുറ്റുമുള്ള ആൾക്കാർ പറയും, തുടർന്ന് പഠിച്ചുകൂടി, എന്തിനായി PSC ഒക്കെ പഠിക്കാൻ പോകുന്നത്, ഇതൊക്കെ നാണക്കേടല്ലേ എന്നൊരു രീതിയിലായിരിക്കും ചുറ്റുമുള്ള ആൾക്കാരുടെ എല്ലാ സംസാരം. എന്നാൽ നിങ്ങളിതൊക്കെ പഠിച്ചൊരു ഗവൺമെൻറ് ജോലി നേടിയാലോ ഈ പറയുന്നവരൊക്കെ എന്ത് ചെയ്യും, കൈയടിക്കുകയും ചെയ്യും. ഇതാണ് PSCയുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. ഇത് പഠിക്കാൻ പോകുമ്പോൾ ആളുകളെല്ലാവരും കളിയാക്കും, കോച്ചിങ്ങിനോ ഇത്രയും നാൾ പോയിട്ടും കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ എത്ര നാളായിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കുക, ഇനി വല്ല പ്രയോജനം ഉണ്ടാവുമോ, വല്ല ജോലിക്കും പൊക്കൂടെ, വീട്ടുകാർക്ക് ഇങ്ങനെ ഭാരമായിട്ടിരിക്കണോ, വീട്ടുകാർ തന്നെ പറയുമല്ലേ, കുറേ നാളായല്ലോ പഠിക്കുന്നത്, എന്തായാലും ഇതൊന്നും നടക്കത്തില്ല, എന്തെങ്കിലും ജോലി നോക്കാനായിട്ട് പറയും. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ചെയ്തെടുക്കുക. ചുറ്റുമുള്ളവർ പറയുന്ന നെഗറ്റീവുകളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു കാമായിട്ടുള്ള മൈൻഡ്, എന്ത് വന്നാലും ഞാൻ ഇതും കൊണ്ടേ പോകത്തുള്ളൂ, സ്റ്റോപ്പ് ചെയ്യത്തില്ല എന്നൊരു മൈൻഡ് പ്രിപ്പയർ ചെയ്തെടുക്കുക. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. ബാക്കി നിങ്ങൾ എന്ത് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ മൈൻഡ് ഒന്ന് സ്റ്റേബിളാക്കി വെക്കുക. ആരെങ്കിലും പറഞ്ഞാൽ 4 ദിവസം കഴിയുമ്പോൾ നിർത്തി പോകുന്ന രീതിയിലല്ല, ഞാനിത് കണ്ടിന്യൂ ചെയ്യും, ഞാനത് ഉറപ്പായിട്ടും നേടും എന്നൊരു മൈൻഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്താണ്, നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് പഠിക്കാൻ പോകുന്നത്, അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആദ്യം മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളൊരു 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷയാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന ആ ഒരു SSLC ലെവലിലുള്ള പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി നിങ്ങൾ യൂണിഫോം പോസ്റ്റൊക്കെ ആഗ്രഹിക്കുന്നവരാണ്, ചിലരൊക്കെ പോലീസോ ഫോറസ്റ്റോ എക്സൈസോ ഇതുപോലെ യൂണിഫോമൊക്കെ സ്വപ്നം കാണുന്ന ഒരുപാട് പേര് കാണും. അങ്ങനെയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇനി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റോ മുതലായ ഡിഗ്രി പോസ്റ്റുകൾക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഏത് എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. ഇനി അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും എക്സാം വരുന്ന നല്ല എക്സാം ഏതാണ് അതിന് നോക്കി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ജനറൽ സിലബസ് പഠിച്ചാൽ മതിയാകും. എങ്ങനെയായാലും ഇനി വരാൻ പോകുന്ന പരീക്ഷകളെക്കുറിച്ച്, എന്തൊക്കെയാണ് പരീക്ഷകൾ എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ എന്തിനാണ് പഠിക്കാൻ പോകുന്നത് എന്നൊരു ഗോള് സെറ്റ് ചെയ്യുക. ഒരു ലക്ഷ്യമില്ലാതെ നമുക്ക് വെറുതെ തുടങ്ങാൻ പറ്റത്തില്ലല്ലോ. ആദ്യം മനസ്സിലെ നെഗറ്റീവ്സും അതുപോലെ ചുറ്റുമുള്ളവർ പറയുന്ന എല്ലാ നെഗറ്റീവുകളും അവോയ്ഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഗോള് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇത്ര എത്തുമ്പോൾ തന്നെ നിങ്ങളൊരു പകുതി കടമ്പ കഴിഞ്ഞു. ഇനിയാണ് നിങ്ങൾ പഠനത്തിലേക്ക് വരുന്നത്. ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകാനൊക്കെ തോന്നും. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഗോള് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി പരീക്ഷ ഏതാണെന്ന് കണ്ടുപിടിച്ച ആ പരീക്ഷയ്ക്കൊരു സിലബസ് ഉണ്ടല്ലേ, അത് മനസ്സിലാക്കി എടുക്കുക എന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച് തുടങ്ങണം എന്നുള്ളത്. നിങ്ങൾ ആദ്യം തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇതെന്താണ്, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊരു ധാരണയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കാം, എന്തൊക്കെയാണ് ഇതിൽ ചോദിക്കുന്നത്, ഏത് വിഷയമോ എങ്ങനെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്നവരുടെ മനസ്സിലൊരു ധാരണ എന്തായിരിക്കും, എല്ലാവർക്കും ആദ്യമായിട്ട് ഈ PSC എന്ന് പറയുമ്പോൾ കുറേ GK ചോദ്യങ്ങൾ ചോദിക്കുന്നൊരു പരീക്ഷയല്ലേ, ഇങ്ങനെയായിരിക്കും മനസ്സിലുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഓരോ പരീക്ഷയ്ക്കും ഓരോ സിലബസ് ഉണ്ട്. ഓരോ വിഷയത്തിനും ഓരോ മാർക്ക് നൽകിക്കൊണ്ട് എല്ലാ വിഷയങ്ങളും അടങ്ങുന്നതാണ് ഈ PSC പരീക്ഷ. GKക്ക് ഇത്ര മാർക്ക്, GKയിൽ തന്നെ ചരിത്രം ഇത്ര മാർക്ക്, ഭൂമിശാസ്ത്രം ഇത്ര മാർക്ക്, ഭരണഘടന ഇത്ര മാർക്ക്, സയൻസ് ടോപ്പിക്കുകളിൽ നിന്ന് ഇത്ര മാർക്ക്, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഇനി സ്പെഷ്യൽ ടോപ്പിക്ക് വരും, നമ്മുടെ പോലീസ് എക്സാം പോലെയുള്ള ഫോഴ്സ് എക്സാമിലൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് വരും. അങ്ങനെ സിലബസ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അതിന് വലിയ പാടൊന്നുമില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി എന്ത് കിട്ടും, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസുകൾ കിട്ടും.
അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. വെറും കുറേ GK മാത്രമാണ് എന്ന ധാരണ മാറ്റിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് അടിസ്ഥാനമാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ആ രീതിയിൽ അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് കാര്യം. ഇനി അടുത്തത് എന്താണ്? സിലബസൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിക്കണം. എങ്ങനെ പഠിക്കണം? കൺസിസ്റ്റൻസിയാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. സ്ഥിരതയോടെ പഠിക്കുക. ഒരു ദിവസം പഠിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം പഠിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതും കൂടി വെറുതെയാകിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും ഒരേ രീതിയിൽ പഠിക്കാൻ പറ്റത്തില്ല. പല രീതിയിലാണ് ഓരോരുത്തർക്കും കിട്ടുന്ന സമയം, അല്ലേ? ചിലപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നവർ കാണും, മുഴുവൻ സമയവും പഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നവർ കാണും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ടൈം കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നിങ്ങളാണ് നിങ്ങളുടെ ടൈം ടേബിൾ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയായാലും സ്ഥിരതയോടെ പഠിക്കുക. ഇന്ന് ചിലപ്പോൾ 4 മണിക്കൂർ പഠിക്കാൻ പറ്റി, നാളെ ചിലപ്പോൾ 2 മണിക്കൂറേ പഠിക്കാൻ പറ്റൂ. മതി. ഒരു ദിവസം പോലും ഒഴിവാക്കരുത്. നിങ്ങൾക്ക് തീരെ അസുഖമോ അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യമാണെങ്കിൽ മാത്രം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് ക്ലാസ്സുകളോ എന്തെങ്കിലുമൊക്കെ കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും കീ ഫാക്ടർ അതാണ്. ഇനി എത്ര നാൾ പഠിക്കണം എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചാണ്. എങ്കിലും ഒരു വർഷം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഒരു വർഷമൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നത്, ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റും റിസൾട്ടും ഒക്കെ വന്ന് ആ ഒരു കാലയളവാണ്. ഒരു വർഷം നിങ്ങൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് എത്തിച്ചേരാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് കുറേ ചിന്തകൾ കാണും. കോച്ചിങ് ഉണ്ടെങ്കിലല്ലേ ഇത് കിട്ടത്തുള്ളൂ, ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ കിട്ടുമോ? കോച്ചിങ്ങിന് പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ പോകാവുന്നതാണ്. ഇനി കോച്ചിങ്ങിന് പോയേ ഈ പരീക്ഷകളൊക്കെ കിട്ടൂ എന്ന് ഒരു നിർബന്ധവും ഇല്ല. സ്വയം പഠിച്ചാലും നേടാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ സ്വയം പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മറ്റൊരാൾ നമുക്ക് പറഞ്ഞു തന്നിട്ട് അവരൊരു യന്ത്രം വെച്ച് നമ്മളെ കറക്കി പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾ സ്വയം പഠിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ കോച്ചിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങളൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടി ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഇത്രയാണ് പഠനം തുടങ്ങാൻ പോകുന്ന കൂട്ടുകാരോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും നമ്മുടെ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകളും മോട്ടിവേഷൻ വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ക്ലാസ്സുകൾ യൂട്യൂബിലൂടെയും അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ് നൽകുന്നത്. ടെലിഗ്രാം ചാനലിൽ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് വയ്ക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകളും ആ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള റിസൾട്ടും കിട്ടും. ഞാൻ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ക്ലാസ്സുകളും നോട്ടിഫിക്കേഷൻസും എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ടിപ്സുകൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്